ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നത്. നമ്മളെ വെള്ളപ്പോല ആയിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മൾ റമദാനിൽ നമ്മളെ വീട്ടിൽ മെയിനായിട്ട് കാണുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കപ്പ് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ദോശേൻ്റെ അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സാധാ ചോറ് വെക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഈക്വലായിട്ട് എടുക്കാം. എന്നിട്ട് നോർമൽ വാട്ടറിലൊന്ന് പുതിർത്ത് വെക്കാം. അപ്പോൾ ഞാൻ വേറൊരു കപ്പിലേക്ക് 2 തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 തേങ്ങേൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അതെന്തായാലും വേണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പപ്പടം കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പപ്പടം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം ഇടുന്നതൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ നൈറ്റിലാണ് ചെയ്തത്, രാത്രി. അപ്പോൾ ഇത് നമുക്കിപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ രാത്രിയൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം. അപ്പം രാവിലെ ആയപ്പോൾ അരിക്ക് നന്നായിട്ടൊന്ന് പുതിർത്ത് വന്നിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മളിത് രാവിലെ തന്നെ ഒന്ന് അരച്ച് വെക്കണം. കാരണം നമുക്കിത് 8-9 മണിക്കൂർ ഒന്ന് അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മിക്സീൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഈസ്റ്റ് വെച്ച ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പപ്പടം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ വെള്ളം മാത്രം ഇതിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതൊക്കെ ഇട്ടിട്ടൊന്ന് അരി അരച്ചെടുക്കാം. പിന്നെ ഈ മുഴുവനും അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഓവറായിട്ട് വെള്ളമൊന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ ഇതൊന്ന് ഫുള്ളും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് അരച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഈസ്റ്റിൻ്റെ വെള്ളം. പപ്പടം ഇട്ട് കൊടുക്കണ്ട, അത് റിമൂവ് ചെയ്യണം. അങ്ങനെ നമ്മളിതൊന്ന് അരച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മൾ മാവിൽ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു തെരിപ്പൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. തെരിപ്പൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു 8-9 മണിക്കൂർ റെസ്റ്റിങ് വെക്കണം. കാരണം അത്ര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോള നന്നാവും, അല്ലെങ്കിൽ നന്നാവില്ല. ഇതുപോലെ ഹോളൊന്നും ഇല്ലാത്തൊരു പാത്രം എടുക്കണം. ഞാനിങ്ങനെ ഇവിടെ ഹോളുള്ളതുകൊണ്ട് ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് അതെടുക്കാം. അപ്പോൾ ഞാൻ അടിയിലൊന്ന് ഓയിൽ വരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നാൽ പെട്ടെന്നൊന്ന് വിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോള റെഡിയാക്കി എടുക്കാം. ഒരു ടെൻഷനും ഇല്ല. നല്ല അടിപൊളി സോഫ്റ്റായ പോള നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മാവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 6-7 മിനിറ്റ്, കറക്റ്റ് ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ പോള അടിപൊളിയായിട്ട് റെഡിയാവും.
അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.